ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കുറ്റപത്രം വൈകുകയാണ്. കേസ് അന്വേഷണം ആരംഭിച്ച് ഒരു വർഷത്തിലേക്ക് അടുക്കുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അന്തിമമായ റിപ്പോർട്ട് എത്രയും വേഗം നൽകണമെന്ന് ഹൈക്കോടതിയും അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണല്ലോ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഏതാണ്ട് ഒരു വർഷത്തിലേക്ക് എത്താൻ ഇനിയും ഏതാണ്ട് 1.25 മാസം മാത്രം ബാക്കി നിൽക്കെ ഇതുവരെയും SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലല്ലോ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കുറ്റപത്രം വൈകുന്നു. കേസ് അന്വേഷണം ആരംഭിച്ച് ഒരു വർഷത്തിലേക്ക് അടുക്കുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല. അന്തിമമായ റിപ്പോർട്ട് എത്രയും വേഗം നൽകണമെന്ന് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിരുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, പറയൂ വിശദാംശങ്ങൾ. കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ അന്വേഷണം നടത്തിയ ശേഷമുള്ള കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ഒരു വർഷം പിന്നിടുന്നു. അതായത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുകയും അതിന് അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് തുടങ്ങുകയും അറസ്റ്റ് നടപടി അടക്കം നടക്കുകയും ചെയ്തതെല്ലാം കഴിഞ്ഞ ഒക്ടോബറിന് ശേഷമാണ്. ആ ഒക്ടോബറിലേക്ക് ഇനി എത്താൻ 2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വർഷത്തേക്ക് അടുക്കുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കുവാൻ ഇതുവരെ അന്വേഷണത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ CPM നേതാക്കളായിട്ടുള്ള A. പത്മകുമാറും അതോടൊപ്പം തന്നെ N. വാസുവും കേസിലുള്ള A. പത്മകുമാറും അതോടൊപ്പം തന്നെ N. വാസുവും കേസിലെ മുഖ്യപ്രതിയെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു അടക്കമുള്ളവരെല്ലാവരും ജയിൽ മോചിതരായി. ഈ ജയിൽ മോചിതരാകുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതാണ്. കേസിന്റെ അന്വേഷണത്തിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും, അതായത് കേസിന്റെ അന്വേഷണം ആരംഭിച്ച് 2 മാസമോ അല്ലെങ്കിൽ 3 മാസമോ പിന്നിട്ടിട്ട് പോലും ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല. ഈ കുറ്റപത്രം സമർപ്പിക്കാതെ വന്നതോടെയാണ് പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിന്റെ തടലിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരണമൊക്കെ ആയത്. അതിനുശേഷം പിന്നീട്, അതായത് ഈ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടും മാസങ്ങൾ പിന്നിടുന്നു. ഇനിയും കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറ്റപത്രത്തിലേക്ക് കടക്കാൻ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതി അടക്കം തന്നെ നേരിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്ത്യശാസനം വരെ നൽകിയിരിക്കുന്നു. ഉടൻ തന്നെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നടക്കമുള്ള ഒരു അന്ത്യശാസനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലും ഇത്തരത്തിൽ അങ്ങനെ അന്ത്യശാസനം നൽകിയിട്ട് പോലും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കേസുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലെല്ലാം ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ പലതവണ ഇടപെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് നിലവിൽ ഈ ക്രൈംബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങളെല്ലാം പോകുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാലം ഉണ്ടായിരുന്നു. 2 തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും. ഈ 2 തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം CPMന് അനുകൂലമായിട്ടൊരു സമീപനമാണ് ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചത്. യാതൊരുവിധ അന്വേഷണവും നടന്നില്ല, അറസ്റ്റ് നടപടികളും നടന്നില്ല. ഇതോടുകൂടി തന്നെ അന്വേഷണം വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ അന്വേഷണത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ക്രൈംബ്രാഞ്ച് ഈ ഘട്ടങ്ങളിലെല്ലാം സ്വീകരിച്ചത്. ഇപ്പോൾ 1 കൊല്ലം പിന്നിടാൻ പോകുന്നു. ഇപ്പോഴും കേസിന്റെ ഗതി എന്തായെന്ന് ചോദിച്ചാൽ ക്രൈംബ്രാഞ്ചിന് പോലും അറിയാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ആരെയൊക്കെ അറസ്റ്റ് ചെയ്തോ അവരെല്ലാം ജയിലിന് പുറത്താണ്. ആരൊക്കെയാണ് ഇനി മുഖ്യപ്രതികൾ, ഇനി എന്തൊക്കെയാണ്, തൊണ്ടി മുതൽ അവിടെ പോയി ഈ പരിശോധനാ ഫലങ്ങൾ വന്നതിന് ശേഷം ഇന്ന് നടപടി സ്വീകരിച്ചു. ബാഹ്യ സംബന്ധമായിട്ടുള്ള, അതായത് മറ്റ് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘം ഇതിന്റെ പിന്നിലുണ്ടോ, അതല്ലെങ്കിൽ സ്വർണം ആർക്കൊക്കെ വിറ്റു എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും യാതൊരുവിധ ഉത്തരവും നൽകുവാൻ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഒരു മുതിർന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു അന്വേഷണ സംഘമാണിത് അന്വേഷണം നടത്തിയത്. 3 സംസ്ഥാനങ്ങളിലായി, കേരളവും തമിഴ്നാടും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലായി കൊണ്ടുപിടിച്ച് ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ നടത്തിയിരുന്നു, അറസ്റ്റുകൾ നടത്തിയിരുന്നു. തുടർന്ന് ആദ്യഘട്ടത്തിൽ യാതൊരുവിധ സംശയവും ജനിപ്പിക്കാത്ത തരത്തിൽ അന്വേഷണം കാര്യക്ഷമമാകുന്നു ആയിട്ടാണ് നീങ്ങുന്നത് എന്ന തരത്തിലൊക്കെയായിരുന്നു പ്രതീതിയെങ്കിൽ പിന്നീട് അത് രാഷ്ട്രീയ ഇടപെടലിന്റെ ഒരു നിലയിലേക്കൊക്കെ മാറുന്നതും കേരള സമൂഹം കണ്ടതാണ്. ശബരിമല പോലെ വലിയ കേരളത്തിലെ തന്നെ വൈകാരികമായി കാണുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നടന്ന ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പോലും നിലച്ച മട്ടാണ്. കാര്യക്ഷമമല്ലാതെയാണ് അന്വേഷണം സംഘം പോലും ഇപ്പോൾ നീങ്ങുന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കോടതിയുടെ ഭാഗത്തും ഹൈക്കോടതിയുടെ ഭാഗത്തും അന്ത്യശാസനം വന്നിരിക്കുകയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെ അന്ത്യശാസനം വന്നതിന് ശേഷവും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി
നടന്നിരിക്കുന്ന അറസ്റ്റ് എന്ന് പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിന്റെയാണ്. അതായത് 2019 ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള ഇടപാടുകളാണ് 2025 ഈ അതായത് PS പ്രശാന്ത് നടത്തിയത്, അല്ലെങ്കിൽ PS പ്രശാന്തിന്റെ കാലത്തെ ഭരണസമിതി നടത്തിയത് ഈ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കുന്നതിനടക്കമുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നതടക്കമുള്ള വിശദമായ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടെങ്കിൽ പോലും മുൻ കാലം, അതായത് 2019 കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് നടപടികൾ വന്നു. അതിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സ്വർണ്ണക്കൊള്ളയെ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ജയിൽ മോചിതരായിരിക്കുന്ന സാഹചര്യത്തിൽ കേസിൽ തന്നെ ബാഹ്യ ഇടപെടൽ അവിടെ നിന്ന് തന്നെ പ്രതികൾക്ക് നടത്താൻ സാധിക്കും. മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെല്ലാവരും ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് എന്നൊക്കെ ഇരിക്കെ കേസിന്റെ തന്നെ ഗതികൾ മാറ്റുക, കേസിനെ അട്ടിമറിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഈ ക്രൈംബ്രാഞ്ച് ഉദാസീനമായിട്ടുള്ളൊരു മനോഭാവം കാണിക്കുന്നത്, ഉദാസീനമായിട്ടുള്ള നടപടി കാണിക്കുന്നത്. ഇത് കേസിനെ തന്നെ ശബരിമല സ്വർണ്ണ കവർച്ച എന്ന കേസ് തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്കൊക്കെ എത്തും എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട അന്ത്യശാസ്ത്രം നൽകിയിരിക്കുന്നു. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും എന്ത് നിലപാടാണ് ഇനി ഈ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കുക എന്നാണ് നോക്കിക്കാണുന്നത്. മാത്രമല്ല ഈ ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കം വരാനിരിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലം കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും തുടർന്നുള്ള നടപടികൾ നീങ്ങുക എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതെങ്കിൽ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ എന്ത് നടപടികൾ സ്വീകരിക്കും, തുടർന്ന് ഇനി ഈ കുറ്റപത്രത്തിന് ശേഷം ഈ ജയിൽ മോചിതരായിട്ടുള്ള പ്രതികളെ എല്ലാം വീണ്ടും അറസ്റ്റിലേക്ക് കടക്കുമോ, അതോ ഇവർക്കെല്ലാവർക്കും ജയിൽ മോചിതരാകുന്ന ഒരു രീതിയിലായിരിക്കും, അതായത് കുറ്റം വിമുക്തരാകുന്ന രീതിയിലായിരിക്കുമോ ഈ അന്തിമ റിപ്പോർട്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ നോക്കിക്കാണേണ്ടത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ചയെ അട്ടിമറിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. ആ രീതിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലവിലെ പോക്ക് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം.